Hi, hello, and welcome back to our channel Nen's World. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടുള്ള നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിക്ക് ശേഷമുള്ള ഡെലിവറി സ്റ്റോറി ആയിട്ടാണ്. സോ ഈ ഡെലിവറി സ്റ്റോറി എന്താ പറയുക, നിങ്ങൾ മാക്സിമം ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെലിവറിയോട് അടുത്തിരിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാനും ഈ ഒരു 7th month ഒക്കെ തൊട്ടിട്ട് ഡെലിവറി സ്റ്റോറീസ് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പ്രഗ്നൻസി സ്റ്റോറി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ഞാൻ ഇങ്ങനത്തെ ഡെലിവറി സ്റ്റോറീസ് കേട്ടപ്പോഴാണ് ഓരോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ പോയത്. സോ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിക്ക് ഇത്ര അധികം വ്യൂസ് ഉണ്ടായിട്ടും ആസ് എ സ്റ്റാർട്ടർ എന്ന നിലയ്ക്ക് ഒരു 3K വ്യൂസ് ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബട്ട് സ്റ്റിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ്. അപ്പം ഇത് കണ്ടുപോകുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. സോ എന്നിട്ട് ഓൾ കൊടുക്കുക. അപ്പം എപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അങ്ങനെ ഞാൻ December 9th ഒരു രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് അഡ്മിഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഡോക്ടർ അന്ന് ലീവായിരുന്നു. ഡോക്ടർ ലേബർ റൂമിൽ വന്ന് ജസ്റ്റ് അന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അവരുടെ കാര്യം നോക്കിയിട്ട് പോകുന്നേ ഉള്ളൂ പറഞ്ഞു. ഡോക്ടർക്ക് അന്ന് എന്താ എമർജൻസി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ അഡ്മിഷന്റെ കാര്യങ്ങൾ അവിടെ എഴുതി കൊടുത്തു. ചേട്ടൻ അവിടെ എഴുതി കൊടുത്തു. എന്നോട് അമ്മച്ചോട് ലേബർ റൂമിന്റെ അവിടേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ലേബർ റൂമിന്റെ അവിടേക്ക് ചെന്നു കഴിഞ്ഞിട്ട് അവരാദ്യം ഈ ലേബർ റൂമിന് 4 ലേബർ റൂം ഉണ്ട് അവിടെ. ഒരെണ്ണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കോ അതുപോലെ ഇമീഡിയറ്റ് ആയിട്ട് പെയിൻ ആയിട്ട് വരുന്നവർക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ലേബർ റൂം. പിന്നത്തെ എന്ന് പറഞ്ഞാൽ 3 ലെവലാണ്. ശരിക്കും ഈ പ്രീ ലേബർ റൂം കഴിഞ്ഞ വേറൊരു സെക്ഷൻ ആയിട്ടാണ് ഈ അടുത്ത ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുള്ളത് കിടക്കുന്നത്. അതിനുള്ള 3 സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഡയലറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് തേർഡ് സ്റ്റേജ് ഡെലിവറി സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ്. അപ്പൊ എന്റെ അടുത്ത് അവര് മറ്റേ പ്രീ ലേബർ റൂമിലേക്ക് അല്ലാണ്ട് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെയിൻ ലേബർ റൂമിലേക്ക് എന്നെ അവർ കടത്തി. അങ്ങനെ എന്റെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി. നമുക്ക് എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് അറിയണമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഓൾറെഡി കുട്ടി നന്നായിട്ട് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത് എന്ന് അറിയാം. സോ സെർവിക്സ് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എന്തായാലും നാളെ ഡെലിവറി ഉണ്ടാവും, ഉറപ്പാണ്. നല്ല രീതിയിൽ ലൈറ്റ് ആയിട്ടുണ്ട്, കുറച്ചൊന്നൊരു ഡയറ്റേഷന്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഉണ്ട്. സോ നോർമൽ ആയിരിക്കും, വേറെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ഒട്ടും വെറി ചെയ്തില്ല. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, റൂമൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ ലേബർ റൂമിലേക്ക് ഒന്ന് വായോ, നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പെയിൻ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേക്കാളും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എളുപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വെച്ചാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായ കാരണം ഡോക്ടർക്ക് അങ്ങനെ റിസ്ക് എടുക്കാനും പറ്റില്ല. ബിക്കോസ് എനിക്ക് GBS ഉണ്ടായ കാരണം എനിക്ക് ആംബസിലിന്റെ ഇഞ്ചക്ഷൻ ഇടണം ഈ പെയിൻ വന്നതിന് ശേഷം. ഓൾമോസ്റ്റ് ഒരു ഡെലിവറിക്ക് ഒരു 4 to 6 hours മുമ്പ് അത് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഞാനൊരു 3 മണിയായപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഈ ലേബർ നടക്കുന്ന റൂമില് മീൻസ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ റൂമിലാണ് ഈ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബലൂൺ പോലത്തെ. ഞാൻ അതിന്റെ പിക്ക് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ. അതിങ്ങനെ ഒരു കുഞ്ഞി പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിഷ് ടാങ്കിലൊക്കെ ഇടുന്ന പൈപ്പില്ലേ, അങ്ങനത്തെ ഒരു പൈപ്പ്. അതിന്റെ ഒരു 3/4 പോർഷനിലായിട്ട് നമ്മൾ നീളത്തിലുള്ള ബലൂൺ കണ്ടിട്ടില്ലേ, നമ്മൾ ഓരോ ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ നീളത്തിലുള്ള ബലൂൺ വെക്കില്ലേ, അതുപോലെ അങ്ങനത്തെ ഇത്രയും നീളത്തിലുള്ള ഒരു ബൾബ് പോലത്തെ ഒരു ബലൂൺ പോലത്തെ ഒരു ഇത്. പിന്നെ വീണ്ടും കുഞ്ഞൊരു ട്യൂബ്, അങ്ങനെ നമ്മുടെ കാത്തറ്റർ ട്യൂബിന്റെ ഒക്കെ പോലെ തന്നെ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് ഒരു മരുന്നാണ്. ആ മരുന്നിന്റെ കോമ്പിനേഷൻ എന്താണെന്നുള്ള അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ അറിയില്ല, എന്തൊക്കെയോ ഇൻസുലിൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു മരുന്നാണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അവര് ഈ ഇത്രയും നീളം പുറത്തേക്ക് ഇടും. ബാക്കി ബലൂണിന്റെ ഇതും പിന്നെ ഒരു കാത്തറ്ററിന്റെ ട്യൂബ് പോലത്തെ ഉണ്ടെന്നില്ലേ, ആ കാത്തറ്ററിന്റെ ട്യൂബും ഈ ബലൂൺ പോലത്തുള്ളതും നമ്മുടെ വജൈനയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതിന്റെ കാത്തറ്ററിന്റെ ട്യൂബ് പോലെയുള്ളത് നമ്മുടെ സർവീസിന്റെ അവിടേക്ക് അവർ ഇൻസേർട്ട് ചെയ്ത് വെക്കും. അപ്പം അത് ചെയ്യുന്നത് ഇത്രയും വലിയൊരു സാധനം ഇങ്ങനെ കടത്തി അവരവിടെ ഇത്തിരി എന്തൊക്കെയോ ചെയ്യും. എനിക്കത് കൃത്യം എന്താ നമ്മൾ കാണുന്നൊന്നുമില്ല. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് ചെയ്യാനായിട്ട് എന്റെ അടുത്ത് ചെല്ലാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഞാൻ നടന്നിട്ടാണ് പോയത്. ഞാൻ എന്താ പറയുക വീൽ ചെയർ ഒന്നും വേണ്ട പറഞ്ഞു. ഞാൻ ലേബർ റൂമിന്റെ 2 ഫ്ലോർ മുകളിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അപ്പൊ ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങി ഞാൻ നടന്ന് ലേബർ റൂമിലേക്ക് ചെന്നു 3 മണിയായപ്പോൾ. അപ്പൊ അവരെനിക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. ആ നേരത്തെ അവിടെ ഒരു ഡെലിവറി നടക്കുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ അടുത്ത് എനിക്ക് തൊട്ട് മുമ്പ് ഒരു മുസ്ലിം കുട്ടിയാണ്, കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മില്ല, എന്നൊക്കെ താഴെ കേട്ടോ കുട്ടി, ഏജ് വൈസ് ഒക്കെ എന്നെക്കാളും നല്ല താഴെയാണ്. ആ കുട്ടീനെയാണ് ആദ്യം കാത്തറ്റർ ഇടാൻ വിളിച്ചപ്പം തൊട്ടപ്പുറത്തൊരു ഡെലിവറി നടക്കുമ്പോൾ ഈ കുട്ടിക്ക് ആകെ പേടിച്ചിട്ട് 2-3 പ്രാവശ്യം ചെയ്തിട്ടൊക്കെയാണ് അത് ഇടാൻ പറ്റിയത്. വെച്ചാൽ ഒരു പെയിൻഫുൾ പ്രോസസ് എന്നല്ല, നമുക്കൊരു ഇറിറ്റേഷൻ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അപ്പൊ ആ കുട്ടി ആകെ പേടിച്ച് തന്നെയാണ്. നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കണം, നമുക്കൊരു ടെൻഷനായി. അങ്ങനെ ആ കുട്ടി അവിടെ കിടന്നപ്പം അപ്പുറത്തുള്ള ഡെലിവറി നടത്തുമ്പോൾ പുഷിങ് മാത്രം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോ ശരിക്കും ഡെലിവറി പ്രോസസ്സ്, എന്റെ ദൈവമേ, എനിക്കങ്ങ് ആകെ പേടി. നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് നമ്മൾ പ്രസവിക്കുന്നതിനേക്കാളും ഒരാളുടെ ഡെലിവറി കാണുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും വലിയൊരു എന്താ പേടി എന്ന് പറയാനായിട്ട്. എനിക്ക് ഫീൽ ചെയ്യണത് അങ്ങനെയാണ്.
എനിക്ക് അപ്പുറത്താ ഡെലിവറി കണ്ടപ്പോൾ എന്റെ കിളി പകുതി പോയി. എന്നാലും ഈ പുതിയൊരു പരിപാടിയാണല്ലോ നമുക്ക് ചെയ്യാം, നമ്മളൊക്കെ പരീക്ഷിച്ച് നോക്കണല്ലോ. അങ്ങനെ ഈ കാത്തറ്റർ, ഈ മരുന്ന് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ളത് അവർ ആ ബലൂൺ പോലത്തെ അവരെ ചെയ്തപ്പോൾ ഞാൻ നല്ല പോലെ അതൊരു ബെസ്റ്റ് റെമഡിയാണ്. നിങ്ങൾക്ക് ഇന്റേണൽ ചെക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ചിലർക്ക് ഈ എന്താ അമനോട്ടിക് സാക്ക് കട്ട് ചെയ്യും അവര്, വെള്ളം പൊട്ടിച്ച് കളയാൻ പറയാം. അതൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്ത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ, നമുക്ക് പെയിൻ അറിയില്ല. അങ്ങനെ എനിക്കും അവരങ്ങനെ തന്നെയാണ്. അവർ ആ ട്യൂബ് ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അപ്പൊ ഡോക്ടർ തന്നെ ഒരു അവിടുത്തെ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആണ്, അതായത് പഠിക്കുന്ന MD സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. എക്സ്പീരിയൻസിന് വേണ്ടി നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ് ആ ടൈമിൽ ഉണ്ടായിരുന്നത്. ബട്ട് സൂരജ് എന്ന് പറഞ്ഞ ഡോക്ടർ ആയിരുന്നു, ആളായിട്ട് നല്ല കമ്പനി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആള് ചെയ്തപ്പോൾ ആളെന്നെ ഞെട്ടിപ്പോയി, ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇതാണ് എന്റെ ചേച്ചിമാരെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായി ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കുഴപ്പമില്ലാണ്ട് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തൊക്കെയോ ഒരു വേദന പോലെ തോന്നി. ഞാൻ ആദ്യം അവിടെ നിന്നു, ഞാൻ പറഞ്ഞു എനിക്ക് വീൽ ചെയർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ വീൽ ചെയർ കൊണ്ടുവരുമ്പോൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ പതുക്കെ നഴ്സുമാരെ ഞാൻ പൊക്കോണ്ട് എന്നിട്ട് ഞാൻ ഇറങ്ങി നടന്നു. അപ്പൊ എനിക്ക് തൊട്ട് മുമ്പ് പോയൊരു കുട്ടി, പിന്നെ അതിന് മുമ്പ് ഒരു കുട്ടിയും പോയി തോന്നുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ചെക്കപ്പിന് നടക്കായിരുന്നു. അപ്പൊ ആ കുട്ടികളൊക്കെ സ്ട്രെച്ചറിൽ അല്ലെങ്കിൽ വീൽ ചെയറിൽ വേദന എടുത്ത് ഓടിയിട്ടാണ് വരുന്നത്. ഞാൻ നല്ല സിമ്പിൾ ആയിട്ട് കൊണ്ടിട്ട് എനിക്ക് ഒരു വേദന ഉണ്ടായില്ല കേട്ടോ ചെയ്തപ്പം. ഞാൻ കൂളായിട്ട് നടന്നു കണ്ടിട്ട് എന്നെ ചേട്ടൻ അമ്മച്ചൊക്കെ ചീത്ത പറഞ്ഞു, ഈ എന്തിനായി കാണിക്കുന്നേ, നിനക്ക് വേദന എടുക്കില്ല, വല്ലത് വന്നാലും. ഞാൻ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി തോന്നുന്നുണ്ട്. ലിഫ്റ്റിൽ കയറി റൂമിൽ ചെന്ന് പിന്നെ എനിക്ക് ആരും ചിരിക്കരുത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് എനിക്കറിയാം, എനിക്ക് ഈ സംഭവം ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ നല്ല പെയിൻ വരും. ഞാൻ അവിടെ കിടക്കുക, എനിക്ക് പെയിൻ വരിക, ഞാൻ കട്ടിലുമിട്ട് ഇങ്ങനെ ഷേക്ക്, ഞാൻ ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ബട്ട് എന്റെ മുഖമൊക്കെ ആകെ ഇങ്ങനെ വല്ലാതെ, അപ്പൊ അമ്മച്ചിക്കൊക്കെ പേടി ചെയ്യുന്നിട്ടാണ്. അങ്ങനെ ഈ ബലൂൺ, അപ്പം ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബലൂൺ പുറത്തോട്ട് വരുമ്പോൾ അപ്പൊ തന്നെ വന്നോളൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് ആകെ അങ്ങനെ ഒരു അസ്വസ്ഥതയും വയ്യായികയായി. ബട്ട് ഞാൻ തുറക്കുന്നില്ല, ഞാൻ അങ്ങനെ കിടക്കും, കട്ടിലെ കമ്പിയും ഇങ്ങനെ പിടിച്ച് ഷേക്ക് ചെയ്യും, വേദന പോയി ഞാൻ വീണ്ടും കിടക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വേദന ഞാൻ യൂസ്ഡ് ആയില്ലേ. പിന്നെ എന്തുണ്ടായെന്നറിയോ, വേദന വരുമ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വിശക്കണു എന്ന് പറയും. അങ്ങനെ ചേട്ടൻ പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരും, ചേട്ടൻ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നു. വേദന വരുന്ന നേരത്തെ ഞാൻ എന്തെങ്കിലും എടുത്ത് തിന്നും, പിന്നെ മിണ്ടില്ല. അങ്ങനെ വിശപ്പ് മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന പിന്നെ ഇത്തിരി കൂടെ കുറഞ്ഞു. അപ്പൊ ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി എന്റെ വേദനയൊക്കെ കുറഞ്ഞു, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തി കുട്ടിയുടെ എന്താ പറയണത് എന്നുള്ള മാതിരി. അങ്ങനെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാനൊരു 8 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പൊ ഇതിൽ ഇങ്ങനെ ബ്ലഡ് ഒക്കെ വരും നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് അവർ നന്നായി പാഡൊക്കെ വെച്ച് അവർ തന്നെ സ്റ്റഫ് ചെയ്ത് തരും. നമുക്ക് ഒരു ഡെലിവറി പാഡ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ച് ഒരു തുണിയൊക്കെ വെച്ച് അവർ ഭംഗിയാക്കി കെട്ടി ഭദ്രമാക്കി ബന്തോസാക്കി വെച്ച് തന്നിട്ട് നമ്മൾ വിടുക. അങ്ങനെ ഞാൻ പിന്നെ 8 മണിയായപ്പോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. എനിക്ക് ഒരു എഫക്റ്റും ഇല്ല. അപ്പൊ അമ്മച്ചി നീ ഒന്ന് ബാത്റൂമിൽ പോയി നോക്കി ആ സംഭവം വീണിട്ടുണ്ടെങ്കിലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹേ അത് വീണിട്ടൊന്നുമില്ല, ഇതിപ്പോ നടപടിയൊന്നും തോന്നണമെന്നില്ല അമ്മച്ചി. ഞാൻ ഭയങ്കര കൂളായിട്ടിരുന്നു. അങ്ങനെ ഒരു പുലർച്ചെ 2:30 ആകുമ്പോൾ അവര് നമ്മുടെ അടുത്ത് ഇതിന്റെ ഈ കാത്തറ്റർ ട്യൂബ് മാറ്റണോ വേണ്ടോ അല്ലെങ്കിൽ എന്താ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പുലർച്ചെ ഒരു 2:30 ആയപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞാൻ കൂളായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇത് അവർ നല്ല ടൈറ്റ് ആക്കിയിട്ട് എനിക്ക് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ പിന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, പിന്നെ ഫുഡ് അടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ യൂറിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് അപ്പം ഇരിക്കണത്, അതായത് ഒരു 4 മണി 4:30 എനിക്ക് ഈ സംഭവം ഇട്ടതാണ്. 4:30 ടു പുലർച്ചെ 2:30 വരെ അത് അങ്ങനെ ഇരുന്നപ്പം അത് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ബലൂൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഇങ്ങോട്ട് വിട്ട് വരാനായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. നേഴ്സ് അങ്ങ് വലിച്ചതും ബ്ലഡ് ഒക്കെ കൂടിയിട്ട് നേഴ്സിന്റെ മേത്തേക്ക് അങ്ങോട്ട് ഒരു ഷവറിങ് മാതിരിയായിരുന്നു. അപ്പൊ നേഴ്സ് മോളെ ഇത് എന്ത് ഇത്ര നേരം വെച്ചോണ്ടിരുന്നു, ഇങ്ങോട്ട് വരണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് വിട്ടത് മനസ്സിലായില്ല, എനിക്ക് അതിനൊന്ന് ഫീൽ ചെയ്തില്ല കിട്ടുവാന്നപ്പോ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവര് നമുക്ക് മറ്റേ കുട്ടിയുടെ ഹാർട്ട് റേറ്റിന്റെ ആ ഒരു ഇതും നമ്മുടെ പെയിന്റ് അതൊക്കെ എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം ഇവൾക്ക് ഈ പറഞ്ഞ പോലെ 180-200 ഒക്കെ ഹാർട്ട് ബീറ്റും ആണ്. അപ്പൊ അവർ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചു, വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതെടുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ സുഖമായില്ലേ. ഞാൻ വീണ്ടും വന്നിട്ട് എന്തൊക്കെയോ കഴിച്ച് കാലത്ത് ഒരു 9:30 ആകുമ്പോൾ അവർ എൻ്റെ അടുത്ത് വരാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു പുലർച്ചെ 5:30 ആകുമ്പോൾ അവര് അനിമ വെക്കാനായിട്ട് വരും. 5:30 എന്ന് പറഞ്ഞപ്പോൾ അവർ 6 മണിക്കാണ് വന്നത്. അപ്പൊ 5:30 ആയപ്പോഴേക്കും അടുത്ത ക്യാൻറ്റീൻ തുറക്കുമ്പോൾ ചേട്ടൻ ക്യാൻറ്റീനിൽ നിന്ന് പോയിട്ട് എനിക്ക് ഇഡ്ഡലിയും ചട്നിയൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാൻ നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങി. എനിക്ക് വിശപ്പ് എന്നുള്ളത് ഒരു ഹരമായിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഞാൻ നന്നായിട്ട് വെട്ടി വിഴുങ്ങി. അത് കഴിഞ്ഞ് അവർ അനിമ വെക്കാൻ വന്നു. അനിമ വെച്ചു. അങ്ങനെ തന്നെ നമുക്ക് അനിമ വെച്ചപ്പോൾ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകണം. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ സീരിയസ് പാർട്ട് തുടങ്ങുന്നത്. അങ്ങനെ വയറ്റിന്ന് പോയി. പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അനിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന്, തൈറോയിഡിന്റെ മരുന്ന് അങ്ങനത്തെ ഞാൻ കഴിച്ചിട്ടാണ് ഇത് കഴിച്ചത്. എനിക്ക് തൈറോയിഡ് ഉണ്ട്, ഹൈ പ്രഷർ ആയിരുന്നു. അപ്പം ഞാൻ തൈറോയിഡിന്റെ ഗുളിക കഴിച്ചു. അത് കഴിഞ്ഞ് ഭക്ഷണ ശേഷമാണ് നമ്മൾ പ്രഷറിന്റെ ഗുളിക കഴിക്കുക. അപ്പോൾ ഈ ഭക്ഷണ ശേഷം ഈ അനിമ വെച്ച് കഴിഞ്ഞിട്ട് പോയി ഞാൻ ലാറ്ററിലും പോയി വന്ന് അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി എനിക്ക് വിശക്കണമെന്ന് ഞാൻ പറയല്ലോ, ഒരു നേഴ്സ് ബി പി ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി വന്നപ്പോൾ അനിമ വന്നോണ്ട് എന്താ ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടനെ ഓടിപ്പിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കില്ലായി. പിന്നെ അത് കഴിച്ചു വരുമ്പോഴേക്കും നമുക്ക് ലേബർ റൂമിൽ പോകേണ്ട ടൈമായി. ആകെ ദിക്കും തിരക്ക് പോയി. ഞാൻ പിന്നെ യാതൊന്നും അന്ന് വെച്ചാൽ ഈ ഇലക്ഷന്റെ ഡേറ്റ് ആയിരുന്നു, തൃശ്ശൂര് വോട്ടിംഗ് ആയിരുന്നു അന്ന്. അപ്പം December 10th വോട്ടിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നഴ്സുമാരൊക്കെ ഷിഫ്റ്റിലൊക്കെ ആയിട്ട് പകുതി നഴ്സുമാരൊക്കെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇമീഡിയറ്റ് ആയിട്ട് അവർ ലേബർ റൂമിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ പിന്നെ എനിക്കൊരു ഗുളിക ഉണ്ടായിരുന്നില്ല. ഞാൻ ഭക്ഷണം കഴിച്ചു 9:30 ഹറിബറിയിൽ പ്രഷറിന്റെ ഗുളിക ഞാൻ കഴിച്ചില്ല എന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ഞാൻ ചെന്നു, എനിക്ക് 2 ഗുളിക ഉണ്ടായിരുന്നു പ്രഷറിന്. ഞാൻ ലേബർ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരെനിക്ക് BP ഒക്കെ ചെക്ക് ചെയ്തപ്പം എന്താ 140-90 വരെ കുഴപ്പമില്ല ഡെലിവറിയുടെ ടൈമിൽ. എനിക്ക് അതിനും നല്ല മാതിരി വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല കൂടുതലായിരുന്നു. അപ്പൊ ആകെ പിന്നെ ഡോക്ടറെ പിന്നാലെ ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് 2 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആവും ചെയ്തു. അപ്പൊ അങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല, ഇങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയും. അങ്ങനെ എന്നെ ഓടിപ്പിച്ചു. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, വീണ്ടും അവരെ എനിക്ക് പ്രഷറിന് മരുന്ന് തന്ന് ഞാൻ 2 ഗുളിക കഴിച്ചു. അവരെന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു, പ്രഷർ പറയുന്നില്ല. അങ്ങനെ എനിക്ക് അവർ 2 വശത്ത് മുടിയൊക്കെ പിന്നി കെട്ടി തന്ന്, ഞാൻ അമ്മച്ചി എനിക്ക് റൂമിൽ നിന്ന് പോകുമ്പോൾ തന്നെ അമ്മച്ചി എന്നെ ഇരുത്തി 2 വശത്ത് മുടിയൊക്കെ പിന്നി കെട്ടിയിട്ട് അങ്ങനെ സ്കൂൾ കുട്ടിയായിട്ട് എന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ എന്റെ മുടി ആകും നമ്മുടെ നാശമായപ്പോൾ അവരെന്നെ എനിക്ക് വീണ്ടും ഇങ്ങനെ 2 വശത്ത് മുടിയൊക്കെ നഴ്സുമാരും മടങ്ങിയിട്ടാണ് കേട്ടോ. ആ ടൈമിലുള്ള നഴ്സുമാർ നല്ല കമ്പനിയുള്ള നഴ്സുമാരായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്ത് അവരെന്നെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ, അതായത് ഡയലറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്നല്ലേ, അങ്ങോട്ടേക്ക് മാറ്റി. അവിടെ കിടന്നു കഴിഞ്ഞിട്ടും എന്റെ പ്രഷർ കുറയണില്ല. അപ്പോഴാണ് ഈ GBS പോസിറ്റീവ് ആണെന്നുള്ളത് ഈ അവിടെ നിൽക്കുന്ന നേഴ്സ് അറിയുന്നത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, മോളെ ഈ ഇത് വല്ല പ്രശ്നമായിട്ട് നിനക്ക് ഫീൽ ചെയ്യുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഡോക്ടർ IV ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വിട്ടു. അങ്ങനെ പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ BP പറയണില്ല. അപ്പൊ എന്റെ ഡോക്ടർ വന്നിട്ട് എന്ത് ചെയ്തു, എനിക്ക് ആംബുസിലിന്റെ ഇഞ്ചക്ഷൻ ഇടണല്ലോ, അതിനുവേണ്ടി നോക്കിയപ്പോൾ അവളിങ്ങനെ നന്നായിട്ട് ഡയലറ്റേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്റെ വാട്ടർ ബ്രേക്ക് ആവുന്നില്ല. അപ്പോൾ ഡോക്ടർ വെള്ളം പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി നടത്തിയും ആംബുസിലിൽ ഇട്ട് എത്ര നേരത്തിനുള്ള ഡെലിവറി നടക്കണമെന്നുണ്ട്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, നമ്മുടെ ഒരു വലിയ കത്രിക പോലത്തെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കൂടെ അങ്ങ് കടത്തി, സർവിക്സിന്റെ ഒരു 2 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും കൂടി അകത്തി പിടിച്ച് ഉള്ളിലേക്ക് കയറ്റി ഈ അമനോട്ടിക് സാക്ക് പൊട്ടിച്ച് വെള്ളം ഞെക്കി കളഞ്ഞു. എന്റെ അമ്മോ, എന്ത് തിളച്ച വെള്ളമായിരുന്നു എന്നറിയോ. അതൊരു എന്താ പറയാ, ഇങ്ങനെ നമ്മുടെ മേത്തും തലയിലേക്ക് ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക്. അത്രമാത്രമേ വെള്ളം പോയി. എനിക്ക് അത് മാത്രമാണ് ഒരു അറപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. ബിക്കോസ് ബാക്കിയൊന്നും നമ്മുടെ ദേഹത്തേക്ക് ആകില്ല. ഇതിങ്ങനെ അത് ഒരുമാതിരി അത്രയും തിളച്ചൊരു വെള്ളമാണ്, നല്ല ചൂടുള്ളൊരു വെള്ളമാണ്. അപ്പൊ അതൊരു ലൈറ്റ് ഗ്രീനിഷ് കളറിലുള്ള വെള്ളമാണ്. അങ്ങനെ ആ വെള്ളം പൊട്ടിച്ചാൽ അപ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ എന്റെ അപ്പുറത്തുള്ള കുട്ടിക്ക് ഇതുപോലെ വെള്ളം പൊട്ടിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ കീഴ്മേൽ മറിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര ചുപാടും ബഹളമായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ 2 ചിന്താഗതിയായിരുന്നു. ഒന്ന്, ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത വേദന കുറയും. രണ്ടാമത്തെ കേസ്, ഒച്ചപ്പാടും ബഹളമൊക്കെ ഇടുമ്പോൾ അത് നമുക്കൊരു വില കുറവാണ് എന്നായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. അപ്പൊ നമ്മൾ മിണ്ടാൻ പാടില്ല, എന്തുണ്ടെങ്കിലും സഹിച്ചു പിടിച്ച് നിൽക്കുന്നവളാണ് ഉത്തമയായ സ്ത്രീ. പ്രസവ സമയത്ത് ഉത്തമയായ സ്ത്രീ എന്ന് പറയുന്നത് ഒന്നും മിണ്ടാത്തൊരു പെണ്ണാന്നാണ് എന്റെ വിശ്വാസം ഉണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് എന്നെ ഇത്രയും പടുകൂടിയിൽ എത്തിച്ചത്. അങ്ങനെ ഈ സംഭവം പൊട്ടിച്ച് ഒരു IV ഇട്ടു. അപ്പൊ എനിക്ക് BP കുറയാനായിട്ടുള്ള മെഡിസിൻ ഇട്ടിട്ടുണ്ട്, ആംബുസിലിൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, പെയിൻ വരാനുള്ള ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരൊറ്റ ഇതിൽ തന്നെ 4 എണ്ണാട്ട് എന്റെ മേത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അറ്റ ടൈം. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഡയലറ്റേഷൻ വരുന്നുണ്ട്, പക്ഷെ ഞാൻ ജമ്മുണ്ടെങ്കിൽ ഇറങ്ങില്ല. എനിക്ക് ഒരു വേനയില്ലാത്ത പോലെ. വേന വരുമ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് കട്ടിലിന്റെ കമ്പിമൊന്ന് പിടിച്ചിങ്ങനെ ആക്കും, ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങും. എനിക്ക് ഉറക്കം ഭയങ്കര നല്ല പെയിൻ വരുമ്പോൾ ഞാൻ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അതെന്റെ ഒരു സ്വഭാവം കേട്ടോ. അങ്ങനെ ഡോക്ടർ ഇടയ്ക്ക് വന്ന് ഇന്റേണൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യണ നേരത്ത് എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും, അത്ര തന്നെ. അങ്ങനെ ഒരു 6 സെന്റിമീറ്ററിന്റെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ എന്റെ തൊട്ടപ്പുറത്ത് ഒരു പെൺകുട്ടി നല്ല പെയിൻ ആയിട്ട് വന്നിട്ട് അവൾ കിടക്കുന്നുണ്ട്. അവൾക്ക് ഡോക്ടർ യൂറിനേറ്റ് ചെയ്യാനായിട്ട് കാത്തറ്റർ ഇട്ടിട്ട് യൂറിനേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എനിക്കാണെന്ന് ഭയങ്കര പേടി, കാത്തറ്റർ ഇട്ട് യൂറിനേറ്റ് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ എനിക്ക് യൂറിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിനക്ക് നടന്നു പോയിട്ട് പറ്റും? ഞാൻ കുഴപ്പമില്ല, ഡോക്ടർ അല്ല നേഴ്സ് പറഞ്ഞു. ഡോക്ടർ അപ്പം പോയിട്ടോ, ഡോക്ടർ വേറെ എന്തോ ചെക്കപ്പിന് പോയി. അപ്പൊ ഡോക്ടർ പോയ നേരത്താണ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് യൂറിനേറ്റ് ചെയ്യണം. ഡോക്ടർ ഉള്ള നേരത്തെ പറഞ്ഞാൽ കാത്തറ്റർ ഇടുമല്ലോ. അപ്പൊ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് യൂറിനേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ നേഴ്സ് നിനക്ക് നടന്നു പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 4 ഡ്രിപ്പും ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ ആരും പിടിച്ചൊന്നും ഇല്ല കേട്ടാ. ഞാൻ നടന്നപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 5 to 6 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയിട്ടുണ്ട്. അത് എനിക്കറിയില്ല, നഴ്സുമാർക്കും അറിയില്ല. എന്നെ നോക്കണ നഴ്സും ഡോക്ടറും കൂടിയിട്ടാണ് വേറെ ഏതോ പേഷ്യന്റിന്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിട്ട് പോയത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ബെഡിൽ ഓരോ നഴ്സുമാരുണ്ടായിരിക്കും. പിന്നെ മൊത്തത്തിൽ നോക്കാനായിട്ട് ഒരു നഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ നഴ്സിനാണ് നമ്മുടെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. മൊത്തത്തിൽ നോക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആ നഴ്സിന്റെ അടുത്ത് വന്നപ്പോൾ ആ നഴ്സാണ് എൻ്റെ അടുത്ത് ഇപ്പം കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട് ഈ ബാത്റൂമിലേക്ക്. അങ്ങനെ ഞാൻ അവിടെ പോയി മൂത്രം ഒഴിച്ച് വരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വേദന വന്നപ്പോൾ ഞാൻ അമ്മേ എന്നൊരു ഓളിട്ടു. ആകെ കൂടെ ഒരു ഒറ്റ ഓളിയെ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പൊ നഴ്സിന്റെ അറിവിൽ ഒരു 3 to 4 ഒക്കെ ആയിട്ടുള്ള ഡയറ്റേഷൻ ആണ്. അപ്പൊ നഴ്സ് എൻ്റെ അടുത്ത് ഇത്ര ഓളിയിടാൻ മാത്രം ആയിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിലെ ചിന്ത ഉണർന്നു, ഉത്തമയായ സ്ത്രീ. അങ്ങനെ ആ ചിന്ത ഉണർന്നു കഴിഞ്ഞപ്പം ഞാൻ ഇതിപ്പോ പണിയായല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടേ. അങ്ങനെ ചെന്ന് കിടന്നപ്പം എനിക്ക് പെയിൻ വരുന്നില്ല. അതായത് ഞാൻ നമ്മൾ ഇത്തിരിയൊക്കെ ഒന്ന് ബഹളം വെക്കണം നമുക്ക് പെയിൻ വരുമ്പോൾ, അല്ലെങ്കിൽ പറയണം എനിക്കിപ്പോ കോൺട്രാക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2 നട്ടലിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ എന്താ പറയാ യൂട്രസിന്റെ അവിടേക്ക് മൂത്രം ഒഴിക്കുന്നിടത്തേക്ക് നമുക്ക് നല്ലൊരു പെയിനിങ് ഇറങ്ങി വരും. അങ്ങനെ ആ വേദന വരുമ്പോൾ നമ്മളപ്പോൾ പറയണം, അവരത് നോട്ട് ചെയ്ത് വെക്കാം, അവർക്ക് എത്ര ഇന്റർവെല്ലാണ് അത് വരുന്നത് എന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞാൻ അതൊന്നും എന്നോട് നേഴ്സ് 10 പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം പറയുള്ളൂ. ബിക്കോസ് ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞാക്കൂടെ മൂത്രം ഒഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എനിക്ക് പോയത്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, എനിക്ക് ഓൾറെഡി നല്ല പെയിൻ ഉണ്ട്, ബട്ട് അത് ഇത്തിരിയും കൂടെ പെയിൻ കൂടുന്ന വേറെ എന്തോ ഓക്സിറ്റോസിൻ മാറ്റിയിട്ട് വേറെ എന്തോ ഒരു ഡ്രിപ്പ് ഇട്ടു. അങ്ങനെ ആ ഡ്രിപ്പ് ഇട്ടിട്ടും ഞാൻ ഇതന്നെ അവസ്ഥ. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് പെയിൻ നന്നായിട്ട് കൂടും, അപ്പോൾ അത് ഇത്തിരി സെഡേഷൻ കൊടുക്കാൻ പറഞ്ഞു. എന്തോ ഒരു ഡ്രിപ്പ് പോലെ തന്നെ ഒരു കുഞ്ഞൊരു ഇഞ്ചക്ഷൻ ആണ്, നമുക്ക് ഡ്രിപ്പ് കൂടെ തന്നെ തരുന്ന ഒരു ഇഞ്ചക്ഷൻ, അത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്.
അങ്ങനെ അതും കൂടി ഇടയ്ക്ക് പിന്നെ പൂർത്തിയായി. സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങാം. നല്ല പുതപ്പൊക്കെ ഉണ്ട്. അപ്പൊ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങാന്നായി. ഞാൻ സൈഡും ചെരിഞ്ഞ് കിടന്ന് വേദന വരുമ്പോൾ കട്ടുമിട്ട് കൊൽക്കും, കണ്ണിങ്ങനെ അടച്ചത് ഇങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങാം. ഡോക്ടറൊക്കെ വന്ന് തട്ടി വിളിക്കുന്നുണ്ടാണ് ചെക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ എന്റെ പ്രഷർ കൂടി വരിക. പ്രഷറിന് മരുന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രഷർ കൂടി വരിക. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ എനിക്ക് 6 to 7 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയിട്ടുണ്ട്. ബട്ട് എന്റെ യൂട്രസ് റിലാക്സ് ചെയ്യുന്നില്ല, ഭയങ്കര കോൺട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഡോക്ടറിനെ ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇത് പ്രഷർ എന്തൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ആ കൂടെ കേട്ടത്, ഞാൻ എപ്പിഡ്യൂറൽ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പിഡ്യൂറലോ അതിന്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് അങ്ങനെ പെയിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി എന്റെ തലയിൽ പറഞ്ഞിട്ട് എനിക്കൊന്നും കാരണമില്ല, ഞാൻ ഉറക്കത്തിലാണ്. അങ്ങനെ ഡോക്ടർ അമ്മച്ചീനെയും ചേട്ടനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇപ്പൊ അടുത്താവോന്ന് എനിക്കറിയില്ല, കാരണം 6 to 7 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയി, പക്ഷെ പ്രഷർ അവളുടെ ഒട്ടും കുറയുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു എപ്പിഡ്യൂറൽ കൊടുത്തു കഴിഞ്ഞാൽ യൂട്രസ് ഒന്ന് റിലാക്സ് ചെയ്യിക്കും, ഞാൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ പ്രഷർ കുറയാണ്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പിഡ്യൂറൽ കൊടുക്കാൻ. അപ്പൊ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, എനിക്ക് എപ്പിഡ്യൂറൽ ഒന്നും വേണ്ട അമ്മച്ചി, എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് പ്രഷറിന്റെ കേസ് കേട്ടപ്പോൾ അമ്മച്ചിക്ക് അത് പേടിയപ്പോൾ അമ്മച്ചിയും ഓക്കെ എന്നു, കാരണം എപ്പോഴും നമ്മുടെ ലൈഫ് കൂടെ നോക്കണല്ലോ. അങ്ങനെ ഈ എപ്പിഡ്യൂറൽ എടുക്കാനായിട്ട് വന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഹോസ്പിറ്റലിൽ ദേഷ്യം തോന്നിയ കാര്യം, അതെല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഇത്രയും വേദന എടുത്തിട്ട് ഒരു സ്ട്രക്ചറിൽ കിടക്കണം, ഇവർക്ക് ആ സ്ട്രക്ചർ തന്നെ ബെൻഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തുകൂടെ എന്റെ ക്വസ്റ്റ്യൻ. ഇത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു സ്ട്രക്ചർ കൊണ്ടുവന്ന് ഈ ഡ്രിപ്പും കുന്തവും കുടച്ചക്കറൊക്കെ വിടാതെ നമ്മൾ ഈ പെയിനിൽ അതിൽ പ്രസ് ചെയ്തിട്ട് അപ്പുറത്തെ സ്ട്രക്ചറിലേക്ക് എടുത്ത് കിടക്കണം. അത് നമ്മളെടുത്ത് പൊക്കാനും അതൊരു വല്ലാത്ത വൃത്തികെട്ട പരിപാടിയാട്ടോ. ഹോസ്പിറ്റലുകാർ എന്തുകൊണ്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇവിടെ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ വേറെ സ്ട്രക്ചറിലേക്ക് എടുത്ത് കിടത്തി ഈ ഡെലിവറി നടക്കുന്ന റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ സ്ട്രക്ചറിലേക്ക് കിടക്കണം. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് നമ്മളൊരു സ്ട്രക്ചറിലേക്ക് മാറ്റി, അത് മൊബൈൽ സ്ട്രക്ചർ ആണ്, അതിൽ നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് എത്തിച്ച് അതിൽ തന്നെയാണ് നമ്മൾ ഡെലിവറി നടക്കുക. അത് വലിയൊരു ആശ്വാസമാണ് എന്ത് പറഞ്ഞാലും. അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി. അപ്പോഴേക്കും നമുക്കൊരു ഗൗൺ ഒക്കെ അവർ മാറ്റാൻ തരും. നമ്മുടെ ഇപ്പോഴത്തെ PPE കിറ്റ് ഇല്ലേ, ആ PPE കിറ്റിന്റെ തന്നെ അങ്ങനെ കെട്ടുന്ന ഒരു ഗൗൺ പോലത്തെ. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് എനിക്ക് എല്ലാ ഹോസ്പിറ്റലും എങ്ങനെയാണെന്ന് അറിയില്ല, ഈ ഹോസ്പിറ്റലിൽ N95 മാസ്ക് ഇട്ടിട്ടാണ് നമ്മളെ ഫുൾ ഈ പെയിൻ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാണത്. നമുക്ക് ഈ ഡെലിവറിയുടെ ടൈമിലൊക്കെ നമുക്ക് ബ്രീത്തിങ് ട്രബിൾ ആണ് വരിക. ഈ ബ്രീത്തിങ് ട്രബിൾ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് ഈ മാസ്ക് ഇട്ടിട്ടുണ്ടാവും. N95 മാസ്ക്. അത് അന്ന് N95 എനിക്ക് തോന്നുന്നു 125 രൂപ കൂടെ ഉണ്ട് N95 മാസ്കിന്. അത്രയും തിക്കായിട്ടുള്ള ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന N95 മാസ്ക് ആണ്. അങ്ങനെ എന്നെ ഈ എപ്പിഡ്യൂറൽ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പിഡ്യൂറൽ അതിൻ്റെ ഇത് പറഞ്ഞിട്ട് അനസ്തേഷ്യസ്റ്റ് വന്നിട്ടാണ് നമുക്ക് എപ്പിഡ്യൂറൽ തരിക. ആ ടൈമിൽ ഡോക്ടർക്ക് ഒരു വിളി വരികയാണ്, ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്, ആൾക്ക് ഡെലിവറി പെയിൻ വന്നിട്ട് ആൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഇത്തിരി ബോധം ഉണ്ടായിരുന്നു, എന്റെ ബോധം കൂടി പോയി. കാരണം ഡോക്ടർക്ക് ആ ഡെലിവറി എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെലിവറി എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ആർക്കായാലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മുമ്പിൽ വരുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ അപ്പന്റെ ഫ്രണ്ടിന്റെ പെങ്ങള് അവിടെ ലേബർ റൂമില് നേഴ്സാണ്. അപ്പം ആ നേഴ്സിനെയും ഡോക്ടറിനെയാണ് ഇവര് വിളിച്ചത്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ചേച്ചി ഡോക്ടറിന്റെ കൂടെ പോകുന്നതായപ്പോ എനിക്ക് ഒന്നും കൂടെ ടെൻഷനായി. എന്നാലും ഞാൻ പിന്നെ ദൈവം രക്ഷിക്കും എന്നുള്ളതിൽ ഞാനിരുന്നു. അങ്ങനെ എനിക്ക് ഈ എപ്പിഡ്യൂറൽ തരുന്ന നേരത്ത് ഡോക്ടർ പോയി. അങ്ങനെ അനസ്തേഷ്യസ്റ്റ് വന്നിട്ട് നമ്മളുടെ അടുത്ത് അവരിങ്ങനെ എണീറ്റിരുന്നിട്ട് വളയാൻ പറയും. അപ്പോഴാണ് അവർക്ക് കറക്റ്റ് ഈ പഞ്ചിങ് പോർഷൻ കിട്ടുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. എപ്പിഡ്യൂറൽ എന്നും പറഞ്ഞിട്ട് ഇവരെ എന്റെ അടുത്ത് വളഞ്ഞിരിക്കാൻ പറഞ്ഞു. എനിക്കാണെന്ന് നല്ല പെയിനും വരുന്നുണ്ട്, എനിക്ക് നോർമൽ ഡയലറ്റേഷനും വന്നിട്ടുണ്ട്, എല്ലാം നോർമൽ ആട്ടാ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ അടുത്ത് വളയാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ സിസേറിയനെ നമുക്ക് യാതൊരു വക ഓൾറെഡി ഇപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പെയിൻ ഒന്നും ഇല്ലാത്തപ്പോൾ വളയുന്ന പോലെയല്ല, നന്നായിട്ട് പെയിൻ ആയി ഡയലറ്റേഷനിൽ വളയുമ്പോൾ അത് നല്ല വ്യത്യാസമാണ്. അങ്ങനെ അവർ വളയാൻ പറഞ്ഞു. എന്റെ ആദ്യത്തെ പഞ്ച് ശരിയായില്ല, രണ്ടാമത്തെ പഞ്ച് ശരിയായില്ല, മൂന്നാമത്തെ പഞ്ചിലാണ് കറക്റ്റ് ആയത്. ഇത് കുത്തി അവർ കിടന്നോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഭയങ്കര സുഖമായിട്ട്, ഉറക്കൊന്നുമില്ല, നല്ലൊരു എന്താ പറയാ, നമ്മൾ വേറെ ഏതൊക്കെയോ ലോകത്താന്നുള്ള പോലെ ഭയങ്കര സുഖം. മേ ബി അത്രയും നേരം ഉള്ളിൽ ഞാൻ ഇങ്ങനെ വേദന സപ്രസ് ചെയ്ത് പിടിച്ചേക്കായിരുന്നല്ലോ. അതിന്റെ ഇടയ്ക്ക് ഞാൻ യൂറിനേറ്റ് ചെയ്യാൻ പോയെന്നുണ്ടല്ലേ. തിരിച്ച് വന്നിട്ട് ഡോക്ടർ ഈ അമ്മച്ചിയുടെ അടുത്ത് എപ്പിഡ്യൂറലിന്റെ കാര്യം പറയാൻ പോണേക്ക് മുമ്പാണ് ഞാൻ ഈ 6 സെന്റിമീറ്റർ to 7 സെന്റിമീറ്റർ ഡയലറ്റേഷനിലാണ് പോയി മുള്ളിയിട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് വൈകിച്ചിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു എന്റെ പ്രസവം. അങ്ങനെ അത് ബോധല്യായ്മയാണ്. ആരും അങ്ങനത്തെ ബോധല്യായ്മ കാണിക്കരുത്. കാത്തറ്റർ ഇട്ടോണ്ട് നമുക്ക് യാതൊരു വക വേദനയും വരില്ല. അത് ഞാൻ എന്താ പറയാ പ്രത്യേകം ഒന്ന് എടുത്തെടുത്ത് പറയുന്നു. അങ്ങനത്തെ അബദ്ധം ആരും കാണിക്കരുത്. അങ്ങനെ നമ്മൾ എപ്പിഡ്യൂറൽ എടുത്തു. നമ്മൾ നല്ല അനന്ത ശരീരത്തിൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കയ്യിന്റെ ഇവിടെ ഒന്ന് ചൊറിഞ്ഞു, പിന്നെ ഇവിടെ ഒന്ന് ചൊറിഞ്ഞു, പിന്നെ അവരിട്ട് തന്നെ ഗൗണൊക്കെ ഉണ്ടല്ലോ, ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇരുന്ന് അങ്ങോട്ട് ചൊറിച്ചിൽ തുടങ്ങി. എനിക്ക് ചൊറിച്ചിൽ എന്നൊക്കെ പറഞ്ഞ എന്റെ മാതാവേ ചൊറിഞ്ഞ് ഞാനൊരു വഴിക്കായി. അപ്പൊ നേഴ്സുമാരോ പറഞ്ഞു, മോളെ അത് മോൾക്ക് ഈ സംഭവം അലർജി ആട്ടോ, ആ അലർജി ഉള്ള കാരണമാണ് ഇങ്ങനെ വരണേന്ന്. നന്നായില്ലേ. അങ്ങനെ എനിക്ക് അവര് ഇപ്പൊ പ്രഷർ കുറഞ്ഞില്ലെങ്കിൽ സിസേറിയനും കൂടെ വേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ എനിക്ക് 1 മണിക്കൂറോളം ലാസ്റ്റ് ചെയ്യുന്ന ഒരു 1.5 മണിക്കൂറോളം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലായിരുന്നു എപ്പിഡ്യൂറൽ ഇട്ട്. സാധാരണ അരമണിക്കൂറൊക്കെ എപ്പിഡ്യൂറലിന്റെ പെയിൻ ഉണ്ടാവുള്ളൂ. ഇനി ഇതൊക്കെ ആയപ്പോഴാണ് ഞാൻ സമയം എത്രയായി നഴ്സേയും ചോദിച്ചത്. കാലത്ത് ഒരു 9:10 ഞാൻ കയറിയതാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് എന്റെ തൊട്ടപ്പുറത്ത് വന്ന ഷീന എന്ന് പറഞ്ഞൊരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് പോയി. അപ്പൊ ഞാനും ഒരു മുസ്ലിം കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഒരുമിച്ചാണ് ഇപ്പോഴും ലേബർ റൂമിൽ കയറിയിരുന്നത് കേട്ടോ. ഈ എപ്പിഡ്യൂറൽ എടുക്കുന്ന ടൈമിൽ എനിക്ക് ഓർമ്മ ഉണ്ടായത് ഒരു കോമഡി സീനാണ്.
എന്താ വെച്ചാൽ ഇവൾക്ക് 3 സെന്റിമീറ്റർ ഡയലറ്റേഷൻ, വെറും 3 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയിട്ടുള്ള ആ 3 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയപ്പോൾ ഇവൾക്ക് പെയിൻ സഹിക്കാൻ വയ്യാണ്ട് ഇവള് അയ്യോ എനിക്ക് പ്രസവിക്കണ്ട, എനിക്ക് കുട്ടീനെ വേണ്ട, ഡോക്ടർ ഒന്നെങ്കിൽ കുട്ടീനെ കൊല്ലുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് പുറത്തേക്ക് എടുത്ത് എനിക്ക് കുട്ടീനെ വേണ്ട എന്നിട്ട് ഇവളങ്ങ് അലമുറ തുടങ്ങി. ഇവളുടെ അലമുറ ആണ് എനിക്ക് എന്റെ ഉറക്കത്തിൽ പലപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരുന്നത്. അങ്ങനെ ഇവളുടെ ഡോക്ടർ വന്നിട്ട്, ഇവൾക്ക് വേറൊരു ഡോക്ടർ ആയിരുന്നു, ആ ഡോക്ടർ വന്നിട്ട് ഇവളെ ഇങ്ങനെ സമാധാനിപ്പിച്ച് അങ്ങനെ അവൾക്ക് എപ്പിഡ്യൂറൽ, അവൾ ചോദിച്ച എപ്പിഡ്യൂറൽ ഇട്ടു. കാരണം അവിടെ മെയിൻലി എപ്പോഴും നമുക്ക് നോർമൽ ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവർക്ക് എപ്പോഴും നോർമൽ മതി, അതാണ് ഏറ്റവും എപ്പോഴും കുട്ടികൾക്ക് നല്ലത് അത് തന്നെയാണ്. അപ്പോൾ നോർമൽ മതി എന്നുള്ള കാഴ്ചപ്പാടായതുകൊണ്ട് അവരങ്ങനെ എപ്പിഡ്യൂറലൊക്കെ ഇട്ട് അവർ കുട്ടീനെ ഒന്ന് മെരിക്കാനായിട്ട് നോക്കി. അങ്ങനെ അവളുടെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്രസ് റിലാക്സ് ആവാണ്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലെത്തി എനിക്ക് എപ്പിഡ്യൂറൽ തരുന്നത്. അങ്ങനെ ഞാനിരുന്ന് ചൊറിയാൻ എപ്പിഡ്യൂറൽ എടുത്ത് നമ്മൾ ഇൻ ബാക്ക് ടു സ്റ്റോറി. അങ്ങനെ ഞാൻ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ചൊറിച്ചിലൊന്നുമില്ല, അവൾ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുക. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല, സത്യം പറയാലോ. ഞാനിങ്ങനെ ചൊറിഞ്ഞിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് പോയി തുടങ്ങി. എനിക്ക് നൈസായിട്ട് അതിൽ കൂടി ഇതിൽ കൂടി ഒക്കെ വേദന വന്നു തുടങ്ങി. അപ്പം ഞാൻ അപ്പോൾ എന്റെ എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് പോയി പറഞ്ഞപ്പോൾ ഇനി ഇയാൾക്ക് എപ്പിഡ്യൂറൽ ഇടാൻ പറ്റില്ല, ഇത്തിരി ഡ്യൂറേഷൻ കൂടി എപ്പിഡ്യൂറൽ തന്നേക്കണം പറഞ്ഞു. അങ്ങനെ ഞാൻ സമയം ചോദിച്ചപ്പോഴാണ് മണി 4 ആയി എന്നറിയണത്. അപ്പൊ എനിക്ക് എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് പോയെന്ന് മാത്രമല്ല എനിക്ക് ഓൾമോസ്റ്റ് 10 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയി. എന്റെ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു 5 മണിക്കാണ് ഡോക്ടർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ എന്താ പറയുക ഡയലറ്റേഷൻ കംപ്ലീറ്റ് ആവും, കാരണം യൂട്രസ് എന്താ പറയുക റിലാക്സ്ഡ് ആവുന്നില്ലല്ലോ. അപ്പൊ ഡോക്ടർ ആ നേരത്ത് വോട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു കേട്ടോ, ഒരു പാവം പെങ്കൊച്ചാണ്. അപ്പം അവള് വന്ന് നോക്കിയപ്പോൾ അവൾക്ക് കാണാനില്ല, എനിക്ക് അഞ്ചാൽ പെയിൻ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ ആ കുട്ടിയുടെ എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് പോയിട്ടുണ്ട്, ഓൾറെഡി 6 to 7 ആയിരുന്നില്ലേ, ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 8 to 9 ആയിട്ടുണ്ട് ഡോക്ടറുടെ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു 4:30 ആവാറയപ്പോൾ എനിക്ക് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ മോഷൻ പോകാനുള്ള, നമുക്ക് മോഷൻ പോകാനായിട്ടുള്ള ഒരു പുഷിംഗ് ഇല്ലേ, അതുപോലെ തന്നെയാണ് ഇതും തോന്നുന്നത്. ആദ്യം മോഷൻ പോകുന്ന പുഷിംഗ് ആണോ എപ്പിഡ്യൂറലിന്റെ പുഷിംഗ് അല്ല ഡെലിവറിയുടെ പുഷിംഗ് ആണോ ഒന്നും എനിക്ക് മനസ്സിലാവില്ല. കാരണം നമുക്ക് ആ പുഷിങ്ങിന്റെ ശരിക്കുള്ള രൂപം മനസ്സിലാവുന്നത് ഈ 7 to 8 സെന്റിമീറ്റർ ഡയലറ്റേഷനില്ല. ആ സമയത്ത് എനിക്ക് എപ്പിഡ്യൂറൽ നടക്കണം എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഒരു എന്താ ഞാൻ പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇനിയാണ് അടുത്ത കോൺട്രവേഴ്സി. ഇനി വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അരട്ട സിസ്റ്റർ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാലല്ലേ ഞാൻ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഈ ഡെലിവറിയുടെ സമയത്ത് മോഷൻ പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം എനിക്ക് അപ്പോഴും പ്രഷർ പറയാനില്ല കേട്ടോ, അതാണ് അടുത്ത കോമഡി. അങ്ങനെ ഞാൻ നന്നായി പുഷ് ചെയ്ത് തുടങ്ങി. പുഷ് ചെയ്ത് എന്തായി, അവിടെ ചെറിയ ടിയർ പോലെ ആയി തുടങ്ങി സംഭവം. ഇവള് പോരാൻ റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പം എന്റെ ഡോക്ടർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ ഡ്യൂട്ടി ഡോക്ടർ കട്ട് ചെയ്ത് തെറ്റി. അപ്പൊ ഇവർക്ക് അപ്പോഴും കുട്ടീനെ കാണാനില്ല. അങ്ങനെ എനിക്ക് അവര് അപ്പോൾ ഇനി ഒന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ വരണൊക്കെ മുമ്പ് കാത്തറ്റർ ഇട്ടിട്ട് ബ്ലാഡർ ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം യൂറിനേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതും പ്രശ്നമില്ല, ഈ കട്ട് ചെയ്ത് തെറ്റിയിട്ടാണ് ഈ പ്രശ്നം ഇവിടെ ഉണ്ടായത്. അരമണിക്കൂറൊക്കെ കുട്ടി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ വരാൻ പറ്റുമോ? അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ എനിക്ക് കട്ട് ചെയ്ത, എനിക്ക് പിന്നെ ആകെ ഒരു പുകയായിരുന്നു വേദന വന്നിട്ട്. അതിന്റെ ഇടയിൽ എനിക്കിത് മനസ്സിലാവുന്നത്, എനിക്ക് ആ കട്ട് ചെയ്ത ഡോക്ടർ എന്റെ ഡോക്ടറെ ചെയ്തിട്ട് നിന്ന് കരയുന്നുണ്ട്. അപ്പൊ വേറൊരു പെങ്കൊച്ച് ഡ്യൂട്ടിക്ക് കാരണം ഒരു പെങ്കൊച്ച് വന്നിട്ട് ഇന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഡോക്ടർ തന്നെ. അങ്ങനെ എന്റെ ഡോക്ടർ ഇത് കട്ട് ചെയ്തപ്പോൾ കുട്ടിക്ക് വരാൻ പറ്റില്ല. എന്നോട് ആഞ്ഞു പുഷ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആഞ്ഞു പുഷ് ചെയ്താൽ കുട്ടിക്ക് വരാൻ പറ്റണ്ടേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു വാക്വേർഡാന്ന് പറഞ്ഞു. അങ്ങനെ വാക്വേർഡ് ആനായിട്ട് നമ്മള് 3 Idiots എന്റെ അടുത്ത് ഈ വാക്വം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 3 Idiots സിനിമയില് അമീർ ഖാൻ മറ്റേ റബ്ബർ വാക്വം ഉണ്ടാക്കി വലിക്കണത് ഓർമ്മ വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വാക്വം എന്ന് പറഞ്ഞാൽ റബ്ബർ വാക്വം ആവും ഇങ്ങനെ സമാധാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവര് വാക്വം കൊണ്ടുവരുന്നത്. നമ്മൾ തൃശ്ശൂർക്കാർ പിഞ്ഞാണം എന്ന് പറയും, കറിയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു പിഞ്ഞാണം, ആ പിഞ്ഞാണത്തിന്റെ വക്കിൽ ഇങ്ങനെ ഇത്തിരി എന്താ പറയാ ഹോൾഡ് ചെയ്യുന്ന പോലെ ഇത്തിരി മൂർച്ചയുള്ള പോലെയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ, ഇച്ചിരി മടങ്ങിയിട്ടുള്ള വക്കില്ലേ, അങ്ങനത്തെ ഒരു പിഞ്ഞാണം. അതിപ്പോ പിഞ്ഞാണം എങ്ങനെ ഇരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇവിടെ ഒരു ചങ്ങല ഉണ്ട് കേട്ടോ. ആ ചങ്ങല ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചങ്ങലയായിട്ട് പിന്നെ ഒരു പിടുത്താണ്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിലേക്കാണ് അവര് നമ്മുടെ ഈ വാക്വം ട്യൂബില്ലേ, ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇവർ ഈ ചങ്ങല വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യും. ആ ലൂസായിട്ടുള്ള പോർഷൻ വെച്ച് നമ്മുടെ ഈ വജാനയുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സത്യം പറയാം, എനിക്ക് ഡെലിവറി പെയിനേക്കാളും പെയിൻ ഉണ്ടായത് ഈ ഒരു പുഷിങ്ങിലാണ്. നല്ല പോലെ പെയിൻ വരും. അപ്പം അത് പെയിൻ വരാൻ കൂടുതൽ എന്താ വെച്ചാൽ കട്ട് ചെയ്താലും ഇത് ഇത്രയും വലിയ സാധനമല്ലേ കയറുന്നത്. അപ്പൊ അവിടെ ഒരു ടിയർ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്താലും ആ ടിയർ അവിടെ വരും. അങ്ങനെ മുകളിലേക്കൊക്കെ കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഇതങ്ങ് കയറ്റി പിന്നെ അവര് ഈ നമ്മുടെ അടുത്ത് നന്നായി പുഷ് ചെയ്യാൻ പറയും. എനിക്ക് നമുക്കിപ്പോ എന്നിട്ട് പ്രഷറും കൂടി തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ വലിച്ചിട്ടല്ലേ പുഷ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഉള്ളിലേക്കല്ലേ കയറുക, നമുക്കത് അറിയില്ല. നമ്മളോട് പുഷ് എന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം എനർജി ഗെയിൻ ചെയ്തിട്ട് പുഷ് ചെയ്യുമ്പോൾ കാര്യം കിട്ടണില്ല. അങ്ങനെ ഡോക്ടർ എന്നെ ചീത്ത വിളിച്ചാൽ എന്നിട്ട് നീ കാണിക്കണേന്ന് വെച്ചിട്ട് അപ്പൊ ഒരു മിഡ് വൈഫ് വന്നിട്ട് എനിക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ വയറ് പ്രസ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ എന്റെ രണ്ടാമത്തെ ഓളി, ആദ്യത്തെ ഓളി മറ്റേ ആ സിസ്റ്റർ ഞാൻ മൂത്രമൊഴിച്ച് വന്നപ്പം ഓളിയിടുന്ന ആ ഒരു ഓളിയും, രണ്ടാമത്തെ ഓളി ഇവിടെ പുറത്ത് ഒരാൾ ഓളിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരൊറ്റ പുഷിങ് അങ്ങോട്ട് പുഷ് ചെയ്തു. അപ്പം ഈ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ ഒരൊറ്റ വലിയ വലിച്ചു. അതിൽ ഓളി ഇങ്ങോട്ട് പോന്നു. പോരനോട് കൂടി കുട്ടി കരഞ്ഞിട്ടാ വന്നത്. കരച്ചിൽ കേട്ട വശം ഞാൻ പറഞ്ഞു ഡോക്ടറെ പെൺകുട്ടികളാണ്, ഡോക്ടർ നിങ്ങൾ മുഴുവൻ വരട്ടെ എന്നിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി, ആ സമയത്ത് പിന്നെ എനിക്കൊരു വേദനയും ഇല്ല, ഒന്നുമില്ല. ഞാൻ അത്ര ആശിച്ചതായിരുന്നു എനിക്കൊരു പെൺകുട്ടി വേണമെന്ന്. അതിന്റെ ഒരു ഡ്രീം ആയിരുന്നു എനിക്ക് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണുള്ളത്. എനിക്ക് അറിയില്ല എന്താ കാരണം എന്നുള്ളത്, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുട്ടി.
പെൺകുട്ടി വേണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് നടന്നിരുന്ന ആളാണ്. പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പം എനിക്ക് വേദനയില്ല, ഈ എന്താ പറയാ ഇതിന്റെ കട്ട് ചെയ്തതിന്റെ പെയിൻ യാതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി. അങ്ങനെ അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു. ഞാൻ ഈ പെയിൻ എടുത്ത് നമ്മൾ ആദ്യത്തെ സെക്കൻഡ് സ്റ്റേജിൽ കിടന്നിരുന്നില്ലേ, ആ ഒരു 6 സെന്റിമീറ്ററുകളുടെ ഡയറ്റേഷൻ വരുന്ന ടൈമിൽ, അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ നമ്മൾ പേര് എഴുതും, ഇങ്ങനെ ഒരു ബാൻഡ് പോലെ സാധനം കിട്ടി പേര് എഴുതും. അപ്പൊ എനിക്ക് അത് പിങ്ക് കളറായിരുന്നു. എനിക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കുട്ടിക്കും പിങ്ക് കളറായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന മുസ്ലിം കുട്ടിക്കും പിങ്ക് കളറായിരുന്നു. അപ്പൊ എന്നേക്കാൾ മുമ്പ് അവർ രണ്ടുപേരും പ്രസവിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ പെൺകുട്ടികളായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് പിങ്ക് കളർ കെട്ടിയത് എനിക്ക് പെൺകുട്ടി ആയതുകൊണ്ടാണോ എന്ന് ഞാൻ നഴ്സിനോട് മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ നഴ്സ് പറഞ്ഞു, അയ്യോ അതൊന്നല്ല, ഇവിടെ ആ കളർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇയാൾക്ക് പിങ്ക് കെട്ടിയെന്ന്. അപ്പൊ ഇവിടെ പുറത്തേക്ക് വന്ന് പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ കൃത്യം 5:15 വൈകുന്നേരം 5:15 ഞാൻ അവളെ പ്രസവിക്കുന്നത്. അപ്പൊ ഇവര് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടി കയ്യൊക്കെ അടിക്കൂട്ടോ. ആ നേരത്തെ ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും പാടുണ്ടായിരുന്നേ. അവരെല്ലാരും കൂടി കൂട്ടച്ചിരിയായിരുന്നു നഴ്സുമാര്. ഇവിടെ അപ്പൊ ഇത് നോക്കി വെച്ചേക്കായിരുന്നു, ഇവൾക്ക് പിങ്ക് പാന്റ് കെട്ടി, ഇവൾക്ക് പിങ്ക് എന്താ പറയാ പെൺകുട്ടി തന്നെ ഉണ്ടാവും എന്നുള്ളത് നോക്കി വെച്ചേക്കാറുണ്ട്. അത് കോമഡി റൂമായി മാറി. അങ്ങനെ കുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 2600 വെയിറ്റ് ഉള്ള ഒരു കുട്ടിയുടെ അത്ര എനിക്ക് ഫീൽ ചെയ്തോളൂ. അപ്പൊ പീഡിയാട്രീഷ്യൻ എനിക്ക് മോളെ കാണിച്ച ഈ മാസ്ക് കൂടിയിട്ട് അതിന് ഉമ്മ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ മാസ്ക് കൂടെ ഇങ്ങനെയൊക്കെ തലക്കാക്കിയിട്ട് ഞാൻ ഒരു ഉമ്മ കൊടുത്തു. കാരണം നമ്മുടെ ഈ മാസ്കിന് ഇങ്ങനെ N95 ഇങ്ങനെ ഒരു ഇത്തിരി കൂർത്തിട്ടല്ല, അപ്പൊ അത് കുത്തിയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മ കൊടുത്ത് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഒരു ലോക്കൽ ഇഞ്ചക്ഷൻ തരും, ഈ അനസ്തേഷ്യ പോലെ തന്നെ ആ ഒരു ഏരിയ ഒന്ന് തരിപ്പിക്കാനായിട്ട്. അങ്ങനെ എന്റെ ഡോക്ടർ ഫുള്ള് അവിടെ നിന്നൊക്കെ കീറി പോയിണ്ടാവില്ല, ഈ വാക്വത്തിന്റെ തരും, അതൊക്കെ ഉള്ളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഡോക്ടർ അങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങാട്ടോ. ഡോക്ടർ പോയി കഴിഞ്ഞ് ബാക്കി ക്ലീനിങ് ഒക്കെ ഈ ഡ്യൂട്ടി ഡോക്ടർമാർ രണ്ടുപേരും വന്നില്ല പഠിക്കും. അതായത് കട്ട് ചെയ്ത് തെറ്റിയ ഡോക്ടറും ആ കരഞ്ഞപ്പോൾ അതിനെ ആശ്വസിപ്പിക്കാൻ വന്ന ഡോക്ടറും, അങ്ങനെ ഈ 2 ഡ്യൂട്ടി ഡോക്ടർമാരും കൂടിയിട്ട് അവിടെ ക്ലീൻ ചെയ്യണം എൻ്റെ ആ ഏരിയ ഒക്കെ. ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടും എനിക്ക് കുടുകൂടാന്ന് ബ്ലഡ് പോവുക. അപ്പൊ മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ബൈ ദ വേ എൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഈ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ മോഷൻ നല്ല രീതിയിൽ പോയി. എനിക്ക് എന്നിട്ട് ഡോക്ടർ അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് അനിമ തന്നിരുന്നതല്ലേ, പിന്നെ എങ്ങനെ മോശം പോകണം? അപ്പൊ ഞാൻ അനിമ തന്നിട്ട് എന്നോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞിട്ട് അത് കഴിച്ചെന്ന് ചോദിച്ചിട്ട് ഡോക്ടർ ആകെ പുകിലുണ്ടാക്കി. അപ്പൊ എനിക്ക് മോഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവര് നമ്മുടെ രക്തത്തിന്റെ ഉള്ളിലേക്കും ധാരാളം തുണി സ്റ്റഫ് ചെയ്ത് വെച്ചു മോഷൻ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതും നല്ലൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. രക്തത്തിലേക്ക് നല്ല പോലെ ഒരു ലോഡ് തുണി അവർ സ്റ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്നിട്ട് ഡോക്ടർ അതൊക്കെ റിമൂവ് ചെയ്തു കേട്ടോ, ഫുള്ള് റിമൂവ് ചെയ്തിട്ടാണ് പോയത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്റെ ബ്ലീഡിങ് നിൽക്കാതെ ആയപ്പം അവര് വീണ്ടും ഇട്ട സ്റ്റിച്ച് മുഴുവൻ അഴിച്ച് ഇങ്ങനെ 4 സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്റെ യൂട്രസിന്റെ ഉള്ളിൽ ക്ലോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആ ക്ലോട്ട് കണ്ടുപിടിക്കാതെ പോയെങ്കിൽ അത് ഡെത്ത് കോസിങ് വരെ ആവേണ്ട കാര്യമായിരുന്നു. അങ്ങനെ അവര് ആ യൂട്രസിലത്തെ ക്ലോട്ട് അതെനിക്കൊരു ഭയങ്കര ഒരു വേദനയായിട്ട് തോന്നിയത് വെച്ചാൽ അവര് വയറങ്ങോട്ട് ഞെക്കി പിഴിയും നമ്മുടെ, എന്നിട്ട് ആ ക്ലോട്ടിന്റെ ഭാഗം കണ്ടുപിടിച്ച ക്ലോട്ട് അങ്ങ് കളയും. അത് ഇത്തിരി ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അങ്ങനെ ഇട്ട സ്റ്റിച്ച് വീണ്ടും അഴിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവരത് ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ അടുത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു 5:15 പ്രസവിച്ചത്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഞാൻ വേദന അറിയാതിരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ എന്റെ മനസ്സിലുള്ള ചിന്ത, കുട്ടിക്ക് എനിക്ക് സ്കാനിൽ ഓൾമോസ്റ്റ് 3 കിലോ ഉണ്ടെന്ന് പറഞ്ഞ കുട്ടി ഇപ്പൊ 2,600 കണ്ടിട്ടുള്ളൂ കർത്താവ്. എന്റെ മനസ്സിലെ ചിന്ത അതായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്യുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അത്ര അങ്ങോട്ട് വിഷമം ചെയ്യുന്നത് ഇത്തിരി പെയിൻഫുൾ ആയിട്ടാണെങ്കിലും ആ പെയിനിലേക്ക് എന്റെ കോൺസെൻട്രേഷൻ പോയില്ല. അങ്ങനെ ഞാൻ ബഹളം വെച്ചപ്പോ എന്റെ കുട്ടിക്ക് എത്ര കിലോ ആണെന്നൊക്കെ ഞാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ അവര് 3 കിലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓളിടുക. എന്റെ കുട്ടി 3 കിലോ ഉണ്ടാവില്ല, എന്നെ കണ്ട 2,600 പറയുള്ളൂ, 3 കിലോ അല്ല, നിങ്ങൾക്ക് കുട്ടി മാറിപ്പോയതെന്ന് ഞാൻ കിടന്ന് ഓളിടുക. അവസാനം പീഡിയാട്രീഷ്യൻ നേരിട്ട് എന്റെ അടുത്തേക്ക് വന്നു, എന്റെ മോളെ നിന്റെ കുട്ടി തന്നെയാണ്, അവള് 3 കിലോ ഉണ്ട്, അവൾക്ക് ബോൺ വെയിറ്റ് കൂടുതലാണ്, അവളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അതിന് ഒരു കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കുട്ടീനെ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ക്ലീൻ ചെയ്തിട്ട് ചേട്ടനും അമ്മച്ചിക്കും കുട്ടീനോട് കൊടുക്കണേക്കും എന്റെ അടുത്തുകൊണ്ട് കാണിച്ചു. അപ്പം ഇവരോട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യലും പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഇവരെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം കാത്തറ്ററിന് യൂറിൻ ട്യൂബ്, പിന്നെ ഈ ഡ്രിപ്പ്, പിന്നെ വേറെ എന്തോ ഒരു ട്യൂബും കൂടെ എന്റെ മേത്തുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാം ആയിട്ട് ഇവരെന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ ചെക്കപ്പ് റൂം അവിടെ കൊണ്ട് കിടത്തി. അപ്പൊ എനിക്ക് തട്ട് വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇവരെനിക്ക് അമ്മച്ചെ കൊണ്ട് പുതപ്പൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു കേട്ടോ. അവര് നമുക്ക് പുതപ്പൊക്കെ തന്നാലും അത് നൈസായിട്ടുള്ള പുതപ്പായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് തികയില്ല. അപ്പൊ ഞാൻ ഒരു പുതപ്പ് വേറെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പുതപ്പ് അമ്മച്ചിയുടെ അടുത്ത് തരാൻ പറഞ്ഞു. അവർ പുതപ്പൊക്കെ പുതച്ച് എന്നെ കിടത്തി. എന്റെ അമ്മ ഒരു വലിയ അംഗം കഴിഞ്ഞൊരു ഇതിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, തണുപ്പ് സഹിച്ചിട്ട്. തണുപ്പ് അത്ര മാത്രമായിരുന്നു. എനിക്കത് എല്ലാവർക്കും ഈ എപ്പിഡ്യൂറലൊക്കെ എടുത്തവർക്ക് ചിലർക്ക് അങ്ങനെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്റെ കൂടെ എപ്പിഡ്യൂറൽ എടുത്ത ആൾക്ക് ഒരു പ്രശ്നമില്ല, എനിക്കത് അലർജിക്ക് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. അങ്ങനെ ഞാൻ അവിടെ കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവര് വാവയ്ക്ക് പാല് കൊടുക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഭാവിക്ക് പാല് കൊടുക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് ഞാനത് പറഞ്ഞ നിങ്ങൾ എങ്ങനെയാ അത് എടുക്കുക എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇൻവേർട്ടഡ് നിപ്പിളാണ്. അപ്പം എനിക്ക് പാല് കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ നിന്ന് അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വൈകുന്നേരം 5 മണി ആയല്ലോ. ഷിഫ്റ്റ് കഴിഞ്ഞ് നഴ്സുമാർ പോയി. പിന്നെ വന്ന നഴ്സുമാർ, ഇത്ര വൃത്തിയായിട്ട് നഴ്സുമാരെ നിർത്തരുത് ലേബർ റൂമിൽ. ഇവർ ഈ കുട്ടീനെ കൊണ്ടു തന്നിട്ട് പോയി. അപ്പൊ എനിക്ക് ഇൻവേർട്ടഡ് നിപ്പിളാണ്, എനിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡ്രിപ്പ് ഉണ്ട്, യൂറിൻ ട്യൂബ് ഉണ്ട്, വേറെ എന്തോ ട്യൂബ് ഉണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ആ കൂടെ ഇത്രയും പോകുന്നൊരു കട്ടിലാണ് കുട്ടീനെ കിടത്തിയേക്കണേ. എനിക്കാണെന്ന്
ഈ കുട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, നല്ല പെയിൻ. അത് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ട സ്റ്റിച്ച് ഉണ്ട്, എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ ഇൻവേർട്ടർ നിപ്പിളും കൂടി, അപ്പൊ എനിക്ക് സൈഡ് ചെയ്യാൻ പറ്റില്ല ഇരിക്കേണ്ട ട്യൂബ് എന്റെ മേത്ത് ഉണ്ടാവുമ്പോ. അപ്പം ഞാൻ നഴ്സുമാരെ വിളിച്ചു, ഒരു ജമ്മുണ്ടെങ്കിൽ വരില്ല. ലാസ്റ്റ് ഞങ്ങളുടെ ഒരു കസിൻ, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് അവിടെ നേഴ്സായിട്ടുണ്ടായിരുന്നു, അമ്മച്ചിയുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്. അപ്പം അമ്മച്ചി ആ സിസ്റ്ററിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മോളെ അവൾക്ക് ഇങ്ങനെ ഇൻവേർട്ടർ നിപ്പിളിന്റെ പ്രശ്നമുണ്ട്, അവൾക്ക് പാൽ കൊടുക്കാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയില്ല, നീ ഒന്ന് ചെല്ലുമെന്ന് ചോദിച്ചപ്പം ആള് ലേബർ റൂമിൽ വന്ന് എന്നെ പാൽ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എനിക്ക് ആഴ്ച നല്ല പോലെ പാലുണ്ട്, പക്ഷെ ഇൻവേർട്ടർ നിപ്പിൾ ആയ കാരണം വരുന്നില്ല. അപ്പൊ അവരൊരു നമ്മൾ ഈ ആനയ്ക്ക് കുത്തുന്ന സൂചിനൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ പേടിപ്പിക്കില്ലേ, വലിയ സിറിഞ്ച്, ആ സിറിഞ്ച് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ നിപ്പിൾ ഏരിയയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് സക്ക് ചെയ്യും. അപ്പൊ ആ നിപ്പിൾ അങ്ങനെ പുറത്തേക്ക് കുറെ പ്രാവശ്യം ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാല് വരുന്നുണ്ട്, നിപ്പിൾ എന്തുണ്ടെങ്കിൽ പുറത്തേക്ക് വരില്ല. അങ്ങനെ അപ്പൊ സിസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സക്ക് ചെയ്യുമ്പോൾ അതിൽ നിറച്ച് പാല് വരുമല്ലോ, ആ പാല് ഇവളുടെ പാൽ ഇങ്ങനെ ആക്കിയിട്ട് ഉള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറെ എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിപ്പിച്ചു നോക്കി. അപ്പൊ അവൾക്കാണെന്ന് വലിച്ചു കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല. ബട്ട് നമ്മുടെ കയ്യിൽ സംഭവമില്ല. അങ്ങനെ ലാസ്റ്റ് ഇവളെ തിരിച്ചങ്ങ് കൊണ്ടുപോയി, വയറ് നിറയാതെ പോയിക്കണം, ഇവിടെ അവിടെ ചെന്നപ്പോൾ നല്ല ബഹളായി. അങ്ങനെ അവൾക്ക് അവർ ലാക്ടോജൻ കലക്കി കൊടുത്തു. മീൻ വൈൽ ഞാൻ ഇവിടെ വേദന എടുത്തിട്ട് കിടക്കണം, എനിക്ക് 5 ആയാലും ഇവൾക്ക് പാല് കൊടുക്കാൻ പറ്റാതെ കൂടി ആയപ്പോൾ മെന്റലി ഭയങ്കര ഒരു ഇഷ്യൂ ആയി. എനിക്ക് ആകെ ദേഷ്യവും വിഷമൊക്കെ വന്നു. പിന്നെ ഇവര് എനിക്ക് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഡ്രിപ്പ് കയറി കഴിഞ്ഞ് ബ്ലഡ് പകുതിയായി തിരിച്ചു കയറി തുടങ്ങി. ഞാനിവിടെ എനിക്ക് കൈ ഇങ്ങനെ കടയുമ്പോൾ വേദന എടുത്തിട്ട് ഞാൻ ഈ നഴ്സുമാരെ വിളിക്കുന്നുണ്ട്, ഒരാള് വന്നില്ല. ഇവിടെ വേറെ ഏതോ പേഷ്യന്റിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്, ഒരാള്. ഇവരെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന്റെ എൻഗേജ്മെന്റ് ആണ് നാളെ. അപ്പൊ തലേദിവസം രാത്രിയിൽ ഇവര് ഡ്രസ്സും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇവിടെ മനുഷ്യന് ഇത്രയും വേദന എടുത്ത് കിടക്കുമ്പോൾ ലാസ്റ്റ് ഒരു നഴ്സ് ഞങ്ങൾ പോയപ്പോൾ ഞാൻ പിടിച്ചു നിർത്തണല്ലോ, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ആ നഴ്സ് തിരിച്ച് കൈ പ്രസ് ചെയ്ത് കയറിയ ബ്ലഡ് മാത്രം ഉള്ളിലേക്ക് തന്നെ കയറ്റി ഡ്രിപ്പ് റിമൂവ് ചെയ്ത് അവിടെ പഞ്ഞി വെച്ച് കെട്ടി തന്നു. ആ ബ്ലഡ് ഇങ്ങനെ പോയത്, അപ്പൊ അമർന്നിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ടൺ വെച്ചിട്ട് റോൾ ചെയ്ത് തന്നു. മറ്റേ ഇത് എടുക്കൊന്നും ചെയ്തില്ല, കാരണം എനിക്ക് കോംപ്ലിക്കേഷൻസ് ഇത്തിരി ഉണ്ടല്ലോ, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായതല്ലേ. അങ്ങനെ മറ്റു ട്യൂബ് ഒന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ ഡോക്ടർ അപ്പൊ പറഞ്ഞു, അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടോ എന്ന് നോക്കിക്കോളോ, കാരണം ഇങ്ങനെ ഒരു ഇതുണ്ടായ കാരണം നോക്കിക്കോളോ എന്ന്. ഒരാൾ തന്നെ നോക്കാൻ വന്നില്ല. അപ്പൊ എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പൊ ചേട്ടന്റെ അടുത്ത് അവര് ബണ്ണും എത്ര നേരം കഴിഞ്ഞെന്നറിയോ, രാവിലെ കഴിച്ച് ഞാൻ 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഈ പ്രസവം കഴിഞ്ഞിട്ട് വേദന അതിന്റെ ഇടയിൽ മോഷൻ പോയതിന്റെ പെയിനും ഒക്കെ ഉണ്ട് കേട്ടോ, സ്റ്റഫ് ചെയ്തതിന്റെ ഒക്കെ വേദന എനിക്കുണ്ട്. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഒരാള് നമുക്ക് യാതൊന്നും കൊണ്ടു തന്നില്ല. ചേട്ടൻ അവിടെ ഫുഡ് കൊണ്ടുവന്നിട്ട് എത്ര നേരം നിന്നിട്ടാണ് ഓരോന്ന് വാങ്ങിച്ചത്. അങ്ങനെ എന്റെ അടുത്ത് ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളാൻ. എനിക്ക് കയ്യും കാലൊന്നും മടക്കാൻ കൂടി പറ്റില്ല. ഞാൻ എന്നിട്ട് ഒരു വിധേന ഫ്ലാസ്ക് ഒക്കെ തുറന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഞാൻ തന്നെ ചായ. എനിക്ക് ഇരിക്കാൻ പറ്റില്ലേ, ഇങ്ങനെ കിടന്നിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഈ ട്യൂബുള്ള കാരണം. 2 ട്യൂബ് ഉണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊരു കഷ്ടപ്പെട്ട് വിശന്നിട്ട് എനിക്ക് പരവേശം എടുത്ത് തുടങ്ങി. അതുകൊണ്ട് ഞാനത് കഴിച്ച് ഞാൻ കിടന്നു. പിന്നെ എന്റെ അടുത്ത് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ചേട്ടനെ വിളിച്ച് ഒരു ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. 1 മണിക്കൂർ ചേട്ടൻ 7:30 വന്ന് 8:30 വരെ ചേട്ടൻ അവിടെ നിന്ന് കോളിംഗ് ബെൽ അടിച്ചു, ഡോർമ വന്ന് തട്ടി എന്ത് ചെയ്തിട്ട് ഈ നഴ്സുമാർ വന്നില്ല. ചേട്ടൻ ലാസ്റ്റ് അവിടെ ബഹളം വെച്ചപ്പോ ഒരു നഴ്സ് വന്ന് വാങ്ങിച്ചിട്ട് ബഹളം വെച്ചല്ലോ. അതിന്റെ ദേഷ്യത്തിന് എന്റെ മുഖത്തേക്ക് ചേട്ടൻ തന്ന ഡ്രസ്സ് ഒരു വേണമെങ്കിൽ മാറിക്കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോയി. എന്നിട്ട് എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് നല്ലപോലെ വേദന ഉണ്ടെന്ന് മനസ്സിലായപ്പം അവിടെ സ്വീപ്പർ ഒരു ചേച്ചി വന്നു. എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആ ചേച്ചി വേറൊരു നഴ്സിന്, ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ഒരു നഴ്സിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പം ആ നഴ്സ് വന്നിട്ട് എന്നെ മാറ്റിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റൂമിൽ പോകണം, ഇവിടെ കിടക്കുന്നേക്കാൾ റൂമിൽ പോകണതാ, ഇല്ലെങ്കിൽ ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്യുന്നിട്ട് ഞാൻ ബഹളം വെച്ചപ്പോ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് 5:15 പ്രസവിച്ചിട്ട് നോർമൽ ഡെലിവറി സംഭവം ഓക്കെ, കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഡ്രസ്സ് മാറി കഴിഞ്ഞ് 9 മണി 9:30 ഞാനൊന്ന് റൂമിലേക്ക് പോണത്. ഇത്രയും 4 മണിക്കൂർ. ബാക്കിയുള്ളവടത്തൊക്കെ 1 മണിക്കൂർ കഴിയുമ്പോൾ പോവുക. എനിക്ക് മുമ്പ് പ്രസവിച്ചവരൊക്കെ ഇല്ലേ, അവരൊക്കെ നേരത്തെ ഇപ്പം എന്റെ കൂടെ പ്രസവിച്ച മുസ്ലിം കുട്ടിക്കും ഇതേ സെയിം സിറ്റുവേഷൻ ആണ്. ബട്ട് അവൾക്ക് യൂറിൻ ട്യൂബ് ഇല്ല, യാതൊന്നും ഇല്ല. അവള് കൂളായിട്ട് എനിക്ക് നിൽക്കുന്നു, അവള് തന്നെ മാറുന്നു, യാതൊരു പ്രശ്നം അവൾക്കില്ല. ബട്ട് എന്റെ കാര്യം അങ്ങനെയല്ല, എനിക്ക് കാര്യം വ്യത്യാസമുണ്ട്. അവൾക്ക് ബ്ലീഡിങ്ങോ ഒന്നുമില്ല. അപ്പൊ അവൾക്ക് എനിക്ക് നിൽക്കാനും എന്റെ അത്ര സ്റ്റിച്ചോ പ്രശ്നങ്ങളോ ഒന്നും ആ കുട്ടിക്കില്ല. ബട്ട് ഞാൻ അവളെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ അവൾക്ക് അങ്ങനെ ആയതുകൊണ്ട് അവള് ഡ്രസ്സ് മാറുന്ന അവള് കാര്യം ചെയ്യുന്നു, അവള് പോയി. എനിക്കിതിനുള്ള സഹായം വേണം എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് ഞാൻ 9:30 എന്റെ റൂമിലേക്ക് എത്തണേ. റൂമിലേക്ക് എത്തുമ്പോൾ ഞാൻ ആകെ കുഴഞ്ഞിട്ടുണ്ട്. ചേട്ടനാച്ച ദേഷ്യം വരും. അപ്പൊ ചേട്ടന്റെ അടുത്ത് വന്ന് എന്റെ തലയിൽ ഒഴിഞ്ഞ് കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് റൂമിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. ഞാൻ ചേട്ടനോട് വെറുതെ കിടന്ന് ഓടിയിട്ടു. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തിനാ അങ്ങനെ ഓടിയിട്ട്. എനിക്ക് അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ റൂമിലേക്ക് വന്ന് എനിക്ക് വേദന എടുത്തിട്ട് വരും. ഈ ട്യൂബും അതൊക്കെ ആയിട്ട് ഞാൻ വന്നത്. അങ്ങനെ ഇത് നിറയുന്നുണ്ടോ നോക്കി, യൂറിൻ ബാഗ് നിറയുന്നുണ്ടോ നോക്കി, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കാലത്ത് 5:30 നമ്മുടെ ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ എനിക്ക് വെച്ചാൽ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ആയി പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ട്യൂബുകൾ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവരെനിക്ക് റിമൂവ് ചെയ്ത് തന്നു. അങ്ങനെ തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് നിൽക്കാൻ ആരോഗ്യമില്ല, പക്ഷെ എനിക്ക് കുളിക്കണം, കാരണം എനിക്ക് എപ്പിഡ്യൂറലിന് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് അലർജി പോലെ ആയല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ കാല് മരവിച്ച പോലെയായിരുന്നു. എനിക്ക് നടക്കാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായി. റൂമിലേക്ക് വന്നിട്ട് അവരിങ്ങനെ നമ്മുടെ അടുത്തൊന്ന് എണീറ്റിരുന്നിട്ട് കിടക്കാൻ പറയില്ലേ, അപ്പൊ എനിക്ക് കാല് നിലത്തോടുമ്പോൾ തരിക്കുക. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വന്ന കുഴപ്പമൊന്നുമില്ല, ബട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നടക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്നെ പിടിക്ക്. എനിക്ക് അമ്മച്ചി ചെരുപ്പ് എടുത്ത് തന്നു, സ്ലിപ്പർ ഇട്ട് തന്നു.
പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ ചെന്ന് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ കുളിച്ചു. അത് മാത്രമല്ല നല്ല പോലെ സ്റ്റിച്ച് ഉണ്ട്. ഞാൻ ആ സ്റ്റിച്ച് എനിക്ക് സഹിക്കാവുന്ന ചൂടില് ഞാൻ ആ സ്റ്റിച്ച് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഒരു ലോഡ് ബ്ലഡ് പോയി. ആ ഭാഗത്ത് കെട്ടി നിൽക്കുന്ന ബ്ലഡ് പോയി. അങ്ങനെ ഞാൻ മൊമ്മീസ് പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പാൻറ്റീസിൽ വെച്ച് ആ പാഡ് ഇട്ട് ഞാൻ അപ്പൊ എനിക്ക് എന്നിട്ട് ഞാൻ മേല് ഫുള്ള് കുളിച്ച് വന്നപ്പോൾ എനിക്ക് അമ്മച്ചി ഫുഡ് തന്നു. എന്തോ ദോശയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ 2 3 ദോശയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ എന്താ പറയാ സ്ട്രെയിറ്റ് ആയിട്ട് കാലൊക്കെ ഇത്തിരി അകത്തി വെച്ച്, അതായത് ഇത്തിരി കാറ്റ് കിടക്കുന്ന രീതിയിൽ, നൈറ്റിയാണ് നമ്മൾ ഇടാൻ, സ്കേർട്ടൊന്നും ഇടണ്ട, കാലിന് അത്യാവശ്യം ഞാൻ കിടന്നു. ഞാൻ അങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങി. ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്പം എന്റെ ഡോക്ടർ ഒരു 11:30 ആയപ്പോഴാണ് വന്നത്. ഡോക്ടർ വന്നിട്ട് റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ അങ്ങനെ പാലിന്റെ എനിക്ക് ഇൻവേർട്ടർ നിപ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് അപ്പൊ അമ്മച്ചി പറഞ്ഞാൽ അവൾക്ക് പാലില്ലാന്ന്. ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് പാലുണ്ട്. അപ്പൊ ഡോക്ടർ എനിക്കൊരു എന്താ നിപ്പിൾ ഷീൽഡ് തന്നു. അങ്ങനെ ഞാൻ ആ നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് അവൾക്ക് പാല് കൊടുക്കും. ബട്ട് അവളെ വയറെന്നറിയില്ല, എന്തായാലും അവൾ വലിച്ചു കുടിക്കുന്ന പോലെ നിപ്പിൾ ഷീൽഡ് ഒന്നും കിട്ടില്ല. അങ്ങനെ നമ്മൾ ലാക്ടോജനും കലക്കി കൊടുത്തു. നെക്സ്റ്റ് ഡേ ഇത്രയധികം പ്രശ്നം ഉണ്ടായി, എന്തുണ്ടായിട്ടും എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മെയിൽ കഴിയാൻ പോരാ, തലയും കൂടെ കുടിച്ച് നീ ഓക്കെ ആയിട്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വാശിയായി. ഞാൻ അന്ന് വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ അമ്മച്ചിയെ കൊണ്ട് തലയിൽ നല്ല പോലെ എണ്ണ തേച്ചാൽ എനിക്ക് ആ വെള്ളമായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അതിന് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് എണ്ണ തേച്ച് ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ബാത്റൂം ഒക്കെ നല്ലതായിരുന്നു. ഞാൻ നല്ല പോലെ ഒരു കുളിയും കുളിച്ച് മേലൊക്കെ കഴുകി സുഖമായിട്ടാണ് വന്ന് കിടന്നു. പിന്നെ ഞാൻ ഉറങ്ങി. അങ്ങനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ കേട്ടിട്ടുണ്ട് നോർമൽ ഡെലിവറി ഞാൻ വയറൊന്ന് അമർത്തി കുളിക്കണം എന്നുള്ളത്. ഞാൻ നല്ല പോലെ വയറ് അമക്കി പിടിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുളിച്ചു. തിളച്ച വെള്ളം അല്ലാട്ടൊക്കെ സഹിക്കാൻ പറ്റുന്ന ചൂട്. ഞാൻ അങ്ങനെ കുളിച്ചു വന്ന് കിടന്ന് ഉറങ്ങി. നെക്സ്റ്റ് ഡേ അവൾക്ക് മറ്റേ മഞ്ഞപ്പൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തി. അങ്ങനെ ആ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന ടൈമിലടക്കം അപ്പൊ ഇവൾക്ക് എനിക്ക് തൈറോയിഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവൾക്കും തൈറോയിഡിന്റെ ഒരു ഇഷ്യൂ ബൈ ബർത്ത് ഉണ്ടായിരുന്നു. ബട്ട് അതിപ്പോൾ മാറി. അത് അപ്പം ബൈ ബർത്ത് കുട്ടിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് വെച്ചിട്ട് ആരും പേടിക്കേണ്ട, അത് കുട്ടികൾക്ക് തന്നെ അത് മാറും. അതൊരു എന്താ പറയാ വല്ലാതെ കൂടുതൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അവൾക്ക് BCG ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ലേബർ റൂമിലത്തെ നഴ്സുമാരുടെ പ്രശ്നം നമ്മൾ അവിടെ കംപ്ലൈന്റ് ലെറ്റർ എഴുതി കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒക്കെ അവിടെ നിന്ന് തീർത്തു. ആൻഡ് നെക്സ്റ്റ് ഡേ ഈ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മാത്രമാണ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുട്ടീനെ നോക്കലും ഒക്കെ കൂടെ അമ്മച്ചിക്ക് പറ്റണില്ല. അപ്പൊ പാക്ക് ചെയ്യാനൊക്കെ എനിക്ക് എന്നിട്ട് അമ്മച്ചീനെ സഹായിക്കാൻ പറ്റിയത് എനിക്ക് നോർമൽ ആയതുകൊണ്ട്. സിസേറിയൻ ആണെങ്കിൽ എനിക്ക് പറ്റില്ല. ഈവൻ ദോ എനിക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അതിന്റെ പെയിൻ ഉണ്ടെങ്കിലും എൻ്റെ ഒരു നേച്ചർ അങ്ങനെ, എനിക്ക് ഇത്തിരി ക്ലീനിങ്ങും ഒതുക്കൽ പണികൾ ഇഷ്ടമുള്ള കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് എഴുന്നേറ്റ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം കിട്ടിയത് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് താങ്ക്സ് പറയണം. എത്ര പ്രഷർ കൂടി എന്തുണ്ടെങ്കിലും സാധാരണ ഹോസ്പിറ്റലിൽ മണി മേക്കിംഗ് ആണെങ്കിൽ അയ്യോ കുട്ടിക്ക് പ്രഷർ കുറയില്ല, നമുക്ക് ഇപ്പൊ തന്നെ സിസേറിയൻ ചെയ്യാന്നുകൊണ്ട് കൊണ്ടുപോകും. ബട്ട് എൻ്റെ ഡോക്ടർ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു. നഴ്സുമാരുടെ എനിക്ക് വളരെ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും എൻ്റെ ഡോക്ടർ നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ അപ്പനമ്മയ്ക്കും കൊറോണയെ കാരണം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പ്രസവിച്ചിട്ട് പോയാലും ഞാൻ പിന്നെയും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. അവിടെ എത്തിയിട്ടുള്ള കഥ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 90 ആവുന്ന വരെയുള്ള ടൈം പോസ്റ്റ്മോർട്ടം പീരീഡ് ദ വേഴ്സ്റ്റ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഏറ്റവും വേഴ്സ്റ്റ് ആയിരുന്നത്. സോ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത് കാണുക. ആൻഡ് കണ്ടുപോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.